സിംഗിൾ ഒക്കെ സൗണ്ട് സ്റ്റേഷനിൽ കേട്ട പിന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വലിയൊരു സൗണ്ടാണ് കേട്ടത്. അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കോള് വരുന്നതിന് മുമ്പ് ഈ ഭാഗത്തേക്ക് വണ്ടിയെടുത്ത് വരികയാണ് ഉണ്ടായത്. നമ്മൾ വരുമ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു ഇത്രയും വീടുകൾ തകർന്ന് ഈ പ്രദേശത്ത് മൊത്തത്തിലൊരു തീ പടർന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് തീ പൂർണ്ണമായിട്ട് അപ്പോൾ തന്നെ അണച്ചു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരാൾ കിടപ്പുണ്ടായിരുന്നു. അയാളെ നമ്മൾ പെട്ടെന്ന് അയാളെ സ്ട്രെച്ചറിലെടുത്ത് ആംബുലൻസ് എത്തിയിട്ടുണ്ടായി. ആംബുലൻസിൽ അദ്ദേഹത്തെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് വെള്ളം പൂർണ്ണമായിട്ടും പമ്പ് ചെയ്ത് തീ പൂർണ്ണമായിട്ട് അണച്ചിട്ടാണ് പിന്നെ അകത്തേക്ക് കയറാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ കയറി വരുന്നവിടെ തന്നെ ഇവിടെ ഈ ഏകദേശം അദ്ദേഹം നിൽക്കുന്നിടത്ത് ഒരാൾ കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെയും നമ്മൾ ഉടനടി തന്നെ എടുത്ത് കല്ലുകളൊക്കെ മാറ്റിയാണ് അദ്ദേഹത്തെ എടുത്തത്. അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വീണ്ടും ഉള്ള തെരച്ചിലിൽ 3 പേരെയോടെ വീണ്ടും നമ്മൾ കണ്ടെത്തി. അങ്ങനെ 5 പേരെയോളം നമ്മൾ ഉടനടി തന്നെ നമ്മൾ ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അതിലൂടെ എത്തിയപ്പോൾ നല്ല തീ ഉണ്ടായിരുന്നു. ആ വാഹനത്തിന് ചുറ്റും നല്ല തീയായിരുന്നു. ഈ ഏരിയ പല സ്ഥലങ്ങളിലുമായിട്ട് തീ കത്തുന്നുണ്ടായിരുന്നു. ആ തീയൊക്കെ നമ്മൾ അണച്ച പിന്നെയാണ് രക്ഷാദൗത്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. ഈ പരിസരത്തുള്ള വീടുകളിൽ ഏതെങ്കിലും കാഷ്വാലിറ്റി ഉള്ളതായിട്ടോ? നമ്മൾ അത് കഴിഞ്ഞ് അപ്പോൾ ഉടൻ തന്നെ എല്ലാ പരിസരത്തേക്കും ആളുകളെ വിട്ട് ഈ വീട്ടിലൊരാളുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് ആളെ എടുത്ത് ഉടനടി തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നെ എല്ലാ വീടുകളിലും തെരച്ചിൽ നടത്തി. അവിടെ മറ്റ് വീടുകളിലൊന്നും ആളില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. വീണ്ടും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഇപ്പോഴായാലും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എന്തായിരിക്കും അപകടത്തിന് കാരണം എന്നെല്ലാം പറയാൻ പറ്റുമോ? ചൂടുകൊണ്ടായിരിക്കും. എന്താണ് എന്ന് പറയാനുള്ള തീരുമാനമായിട്ടില്ല. അതിനുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. അമ്പലത്തിലേക്ക് ആവശ്യമായ കമ്പപ്പര, അതിലേക്ക് ആവശ്യമായ വെടിമരുന്നും കോപ്പുകളാണ് കരുതിയിരുന്നത്. അതിന് തീ പിടിച്ചതായിട്ട് കരുതുന്നു. ഈ വാഹനത്തിലാണ് സ്റ്റോർ ചെയ്തിരുന്നത്? വാഹനവും ഈ സമീപത്തുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തത വരാനുണ്ട്. വാഹനത്തിലായിരുന്നോ അതെയോ കമ്പപ്പുരയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. ഈ കമ്പപ്പുര ഇവിടെ നേരത്തെ ഉള്ളതാണോ? അറിയാമോ? നേരത്തെ ഉള്ളതായിട്ട് നമുക്ക് അറിയില്ല. ഇല്ല. ഇവിടെ ഈ ഒരു ഞാൻ ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് അങ്ങനെ ഒരു പേപ്പർ ഉണ്ടാവില്ല, നിങ്ങളുടെ ലിസ്റ്റിലുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അറിയേണ്ടതാണ്. ഇങ്ങനെ ഒരു കമ്പപ്പുര ഉള്ളതായിട്ട് നമുക്ക് നിലവിൽ വിവരം ലഭിച്ചിട്ടില്ല. ഇല്ല. നമ്മുടെ എത്ര യൂണിറ്റ് വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്? നിലവിലിപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് 3 യൂണിറ്റ് എത്തിയിട്ടുണ്ട്. പിന്നെ തൃക്കാക്കര നിലയത്തിൽ നിന്നും യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. പിന്നെ എറണാകുളത്ത് നിന്ന് ഡിവിഷണൽ ഓഫീസർ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ തൃപ്പൂണിത്തുറ യൂണിറ്റ് ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കിലോമീറ്റർ കഷ്ടിയുള്ളൂ. അവിടം വരെ അതിൻ്റെ പ്രകമ്പനം നമുക്ക് അവിടെ അനുഭവപ്പെട്ടു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് പൊക്കോ, ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ വണ്ടി പോകട്ടെ എന്ന് ഞാൻ പറഞ്ഞ് അപ്പം തന്നെ അവരവിടെ നിന്ന് വണ്ടിയെടുത്ത് നീങ്ങുകയാണ് ചെയ്തത്. ഈ ഏരിയയിലാണ് എന്നുള്ളൊരു അപ്പം തന്നെ ആളുകൾ ഓടി വരുന്നുമുണ്ട്. നമ്മളെ വിവരം അറിയിക്കാനായിട്ട് കുറച്ച് പേര് റോഡിൽ കൂടി ഓടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാഹനവുമായിട്ട് സംഭവ സ്ഥലത്തേക്ക് പോരുവാണ് ഉണ്ടായത്.
ഓക്കെ സാർ. സാറിൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സന്തോഷ്, അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ.